അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ പോയി, പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, പോകാം എന്ന എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടത് എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഇനി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് പോകും, ഫ്യൂച്ചർ ടെൻസ് ആണ്. ഞാൻ പോകും, അവൻ പോകും, നീ പോകും, ഞങ്ങൾ പോകും. ഇതെങ്ങനെയാണ് അറബിയിൽ, അതായത് സംസാര ഭാഷയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നോർമലി നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പോകും, ഞാൻ നാളെ പോകും എന്നൊക്കെ പറയുന്നതിന് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളത് അനറോഹ് ബുക്ര, അനറോഹ് ബഅദ ബുക്ര എന്നൊക്കെയാണ്. ശരിക്ക് അതല്ല സംസാര ഭാഷയിൽ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോണ്ടെക്സ്റ്റ് നോക്കാം. ആദ്യം എന്താണ്, അവൻ പോകുന്നു, അവൻ പോകും എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പോകും, അതായത് ഫ്യൂച്ചർ ടെൻസിൽ ഒരു വാക്ക് പറയണം എന്നുണ്ടെങ്കിൽ അറബി ഫുസ്ഹയിൽ, അതായത് സാഹിത്യ അറബിയിൽ സ എന്നുള്ളൊരു വാക്കാണ് ആദ്യം ഉപയോഗിക്കുക. ഓക്കെ, പക്ഷേ സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ അത് എന്താവും, ബ എന്നുള്ളൊരു അക്ഷരമാണ് അവിടെ ഉപയോഗിക്കുക. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓരോ നോക്കുമ്പോൾ നമുക്കൊന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ അവൻ പോകും എന്നുള്ളതിന് നമുക്കറിയാം, പോയി എന്നുള്ളതിന് റാഹ എന്നാണ്. ഇനി പോകുന്നു എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്ക് യറൂഹു എന്നുള്ളതാണ്. ഓക്കെ, ഇനി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് റായിഹ് എന്നാണെന്നും നമ്മൾ പഠിച്ചു. റാഹ, യറൂഹു, റായിഹ്. ഓക്കെ, അപ്പോൾ ഇനി അവൻ പോകും എന്നുള്ളതിന് പറയുക ബിറൂഹ് എന്നാണ്. ബിറൂഹ്. ബിറൂഹ് എന്ന് പറഞ്ഞാൽ അവൻ പോകും എന്നർത്ഥം. ഓക്കെ, ബിറൂഹ് അൽ മക്തബ്, അവൻ ഓഫീസിലേക്ക് പോകും. ബിറൂഹ് അൽ മക്തബ് ബുക്ര, നാളെ. ബുക്ര എന്ന് പറഞ്ഞാൽ നാളെ എന്നർത്ഥം. അപ്പോൾ ബിറൂഹ് അൽ മക്തബ് ബുക്ര എന്ന് പറഞ്ഞാൽ അവൻ നാളെ ഓഫീസിൽ പോകും എന്നുള്ളതാണ്. അപ്പോൾ അവൻ പോകും. നമുക്ക് ഉദാഹരണങ്ങൾ കൂടുതൽ പിന്നീട് നോക്കാം. അപ്പോൾ ബിറൂഹ് എന്ന് പറഞ്ഞാൽ അവൻ പോകും എന്നർത്ഥം. ഓക്കെ, ഇനി അവൾ പോകും എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെയാണ് പറയാം, ബിത്റൂഹ് എന്ന് പറയാം. അവൾ പോകും. ഈ ബിത്റൂഹ് എന്നുള്ളത് ഒരു അർത്ഥത്തിലും കൂടി ഉപയോഗിക്കും, അതായത് നീ പോകും എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതെങ്ങനെയാണ്, അവൾ പോകും എന്നാണോ നീ പോകും എന്നാണോ, ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാം, എന്താണ് പറയാന്നുള്ളത്? അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബിത്റൂഹ് അതിന് മുൻപ് അവൾ പോകും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ഹിയ എന്നുള്ളൊരു വാക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഹിയ ബിത്റൂഹ് എന്ന് പറഞ്ഞാൽ അവൾ പോകും എന്നായി അല്ലേ. ഇനി ഇൻത ചേർത്ത് കൊടുത്താൽ ഇൻത ബിത്റൂഹ് എന്ന് പറഞ്ഞാൽ നീ പോകും. അപ്പോൾ ഈ ബിത്റൂഹ് ഉപയോഗിക്കുന്നത് നീ ആണ് എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോഴാണ് ബിത്റൂഹ്, ഇൻത ബിത്റൂഹ് എന്ന് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഹിയ ബിത്റൂഹ് എന്ന് പറഞ്ഞാൽ അവൾ പോകും എന്നായി. ഇൻത ബിത്റൂഹ് എന്ന് പറഞ്ഞാൽ നീ പോകും എന്ന് അവിടെ മനസ്സിലാക്കാം. ഇനി ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറയണം, അതായത് നീ പോകും എന്നുള്ളത് ഒരു പെണ്ണ്, അതിന് ബിത്റൂഹീൻ എന്നാണ് പറയാം. ബിത്റൂഹീൻ, ബിത്റൂഹീൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ്, നീ പോകും എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ശരിക്കും ഇത് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കാണ്, ഇപ്പോൾ ഒരു പെണ്ണിനോട് ചോദിക്കണം നീ ഓഫീസിലേക്ക് പോകുമോ, വിൽ യു ഗോ ടു ഓഫീസ് എന്ന് ചോദിക്കുമ്പോൾ ആണ് ശരിക്കും ഈ ഒരു വാക്കിൻ്റെ ഒരു ഉപയോഗം നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ചോദ്യരൂപത്തിലാണ് ചോദിക്കുക, ബിത്റൂഹീൻ അൽ മക്തബ്, നീ ഓഫീസിലേക്ക് പോകും. ബിത്റൂഹീൻ അൽ മക്തബ് അൽ ഹീൻ, ഇപ്പോൾ നീ ഓഫീസിലേക്ക് പോകുമോ, അല്ലെങ്കിൽ പിന്നെ നാളെ ഓഫീസിലേക്ക് പോകുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ചോദ്യരൂപത്തിലൊക്കെയാണ് ഇതിൻ്റെ ശരിക്കും നീ എന്നുള്ളൊരു അർത്ഥത്തിൽ ഫ്യൂച്ചർ ടെൻസിൽ ഈ ക്രിയ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവൻ പോകും എന്നുള്ളതിന് ബിറൂഹ് എന്ന് പറയുന്നു, അവൾ പോകും എന്നുള്ളതിന് ബിത്റൂഹ് അല്ലെങ്കിൽ ഹിയ ബിത്റൂഹ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി നീ പോകും ഒരു പിന്നെ മാസ്കുലിൻ ഫോമിൽ പുല്ലിംഗ രൂപത്തിൽ പറയുമ്പോൾ ഇൻത ബിത്റൂഹ് എന്ന് പറയാം. ഇനി അത് സ്ത്രീലിംഗ രൂപത്തിലേക്കാവുമ്പോൾ ബിത്റൂഹീൻ എന്ന് മാത്രം പറയാം, ഇല്ലെങ്കിൽ ഇൻതി ബിത്റൂഹീൻ എന്നും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട്
പിന്നെ ഉള്ളത് 2 എണ്ണമാണ്. ഇനി ഞാൻ, ഞങ്ങൾ, ഇതാണ് നമുക്ക് അവസാനമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോകും എന്നുള്ളതാണ് അടുത്തത്. ഞാൻ പോകും. അപ്പോൾ അറബി നാട്ടിലുള്ള പല ആളുകളോടും ചോദിച്ചു, ഞാൻ പോകും, ഞാൻ നാളെ പോകും എന്ന് എങ്ങനെയാണ് പറയാന്ന് ചോദിച്ചാൽ പലരും പറയാ അനറൂഹ് ബുക്ര എന്നുള്ളതാണ് പറയാ. ശരിക്കും അങ്ങനെയല്ല. ഞാൻ പോകും എന്നുള്ളതിന് ബറൂഹ് എന്ന് പറഞ്ഞാൽ മതി. ബറൂഹ്, ബറൂഹ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകും എന്നാണ്. ഇനി ദ ലാസ്റ്റ് വൺ, ഞങ്ങൾ പോകും. വി വിൽ ഗോ. എങ്ങനെയാണ് പറയാ? അതിന് ബിൻ റൂഹ് എന്നാണ് പറയാ. ബിൻ റൂഹ്. വി വിൽ ഗോ ടു സിംഗപ്പൂർ ടുമോറോ. അപ്പോൾ ഞങ്ങൾ നാളെ സിംഗപ്പൂരിലേക്ക് പോകും. ഇങ്ങനെ പറയും, ബിൻ റൂഹ് സിംഗപ്പൂർ ബുക്ര. ഖലാസ്, ഇത്രയേ ഉള്ളൂ. ബിൻ റൂഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും. ഇനി നഹ്നു ബിൻ റൂഹ് എന്ന് പറയണമെന്നില്ല, ബിൻ റൂഹ് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഞങ്ങൾ പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം ഞാൻ പോകും എന്നുള്ളതിന് ഇനി അനറൂഹ് എന്ന് പറയാൻ നിൽക്കണ്ട. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് തിരുത്തി കൊടുക്കുക. ബറൂഹ് എന്നാണ് പറയേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ പോകും എന്നുള്ളതിന് ബിൻ റൂഹ് എന്ന് പറയാം. ബിൻ റൂഹ് എന്നാണ് പറയുക.